ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കിടിലൻ ടേസ്റ്റിലുള്ള ഒരു മട്ടൻ ബിരിയാണി റെഡിയാക്കാം. ഇത് ഞാനൊരു സ്പെഷ്യൽ രീതിയിൽ ദം ചെയ്തതിന് ശേഷമാണ് റെഡിയാക്കി എടുക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരിക്ക് 1 കിലോ മട്ടൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. മട്ടൻ ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം ചേർത്ത് കൈവച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടനിലെ മസാലകളെല്ലാം നന്നായി തന്നെ ഒന്ന് പിടിച്ചു വരണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 5 വിസിൽ വരുത്തി നന്നായി തന്നെ മട്ടനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മട്ടനനുസരിച്ച് ചിലപ്പോൾ കുക്കിംഗ് ടൈമിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ബിരിയാണിയിലേക്കുള്ള റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് കുറച്ച് ഗീയും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് റൈസിനധികം സ്റ്റിക്കിനെസ് വരാതെ കറക്റ്റായിട്ട് കിട്ടും. അതിനായിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ആദ്യം ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഗരം മസാല ഇവിടെ റോസ്റ്റായി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. 4 ഗ്ലാസ് ജീര റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസിൽ പിടിക്കാനുള്ള ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലോട്ട് ഈ സമയം അരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ബോയിലാവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 4 ഗ്ലാസ് ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോയോളം അരിയാണ്. അപ്പോൾ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി വാഷ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇതിലേക്ക് ഒരു 1/2 ലെമണും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. 1 വിസിൽ വന്ന ശേഷം സ്റ്റീം പോയിട്ട് തുറന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റിക്കിനെസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇതിൽ തന്നെ ഇരിക്കുമ്പോൾ വേവ് പെട്ടെന്ന് കൂടിപ്പോകും. അതുകൊണ്ട് ഇത് നമുക്ക് ഇപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലോട്ട് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂ കളർ മാറി വരുന്നുണ്ട്. ഈ സമയം മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല തിന്നായി തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഞാൻ 6 സവാളയാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 1/2 ഇട്ടിട്ട് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ബാലൻസ് ഉള്ളിയും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം ഓയിൽ മാറ്റിയ ശേഷം കുറച്ച് ഓയിലിൽ നമുക്ക് ഇതിലോട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ 8 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് നടുവ് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം ഒന്നുകൂടെ ഒന്ന് വഴഞ്ഞു വരണം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായി തൈര് ചേർത്ത് അരച്ച് വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടാണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത്. 20 പീസ് വെളുത്തുള്ളിയും
ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ട് അരച്ച് വെച്ചതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്കിനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ റോസ് സ്മെല്ലെല്ലാം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ റോസ് സ്മെല്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പും പുതിനയും കൂടെ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച മട്ടനും കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടൻ ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിലുള്ള മസാലയെല്ലാം മട്ടനിലോട്ടൊന്ന് സെറ്റായി വരുന്നവരെ ഒന്ന് ഇത് തിക്കാക്കി എടുക്കണം. നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് അല്പം ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റോസ്റ്റിന് നല്ല ടേസ്റ്റാണ്. നമ്മുടെ റോസ്റ്റ് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റൈസ് ഒന്ന് ദമ്മിട്ടെടുക്കാം. ദമ്മിടാനായിട്ട് ബിരിയാണി വേവിച്ച അതേ കുക്കർ തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് മട്ടൺ റോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിന് മുകളിലോട്ട് അല്പം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അല്പം ഗീ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിലോട്ട് അല്പം മട്ടൺ സ്റ്റോക്ക് മാറ്റി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മട്ടൺ വേവിച്ച അതേ സ്റ്റോക്ക് തന്നെയാണ് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരു 2 സ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് അല്പം മല്ലിയിലയും പുതിനയും കൂടെ കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം പിസ്ത കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലോട്ട് അല്പം കൂടെ കറി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഓരോ ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കറിലെല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ബിരിയാണി ദം ഇട്ടിട്ട് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മട്ടൻ ബിരിയാണി ഇവിടെ സെറ്റായിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.